ഹായ് ഗായ്സ്, എല്ലാവർക്കും സൂരജ് ഹെയർ ടിപ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സൂരജ് ടിപ്സ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂരജ് ഹെയർ ടിപ്സ്. അപ്പോൾ ഇന്നത്തെ അതൊക്കെ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചുമ്മാ റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റീൽസിൻ്റെ അകത്ത് ഒരു വീഡിയോ ക്ലിക്കായി. ഞാൻ ഒരു വീഡിയോ കണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ചേച്ചി ഇവിടെ ഉണ്ട്, അപ്പോൾ ചേച്ചീനെ കൊണ്ട് ആ ഒരു വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ഇന്ന് അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐഡിയ. അപ്പോൾ അതിനുവേണ്ടി ഒരുങ്ങുന്നത് എങ്ങനെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള ചെറിയ ചെറിയ ക്ലിപ്പുകളായിരിക്കും. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ആർക്കറിയാം. അപ്പോൾ ശരി, ഒട്ടും വയ്ക്കട്ടെ, നമുക്ക് വീഡിയോയിൽ കിട്ടും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം ഡ്രസ്സ് സെലക്ട് ചെയ്യണം. പിന്നെ ചേച്ചി പിന്നെ ചേച്ചി മേക്കപ്പ് ചെയ്യണം അല്ലേ? മേക്കപ്പ്, പിന്നെ എന്താ ഓർണമെന്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സംഭവം സെറ്റ് ചെയ്യാം. എവിടെ ഇരിക്കണേ? ഓ, കറണ്ട് ഇല്ലല്ലോ ചേച്ചി, നല്ല ചൂടാണല്ലോ. ഓക്കെ, ഉള്ളതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യാം. നല്ലതാണ് എടുക്കാം. ചേച്ചിയുടെ ഇഷ്ടം ബ്ലാക്ക് ആണോ? ഏത് കളർ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ചുരിദാറെങ്കിൽ ചുരിദാർ അതിൻ്റെ അകത്ത് ഒരു ചുരിദാർ ഇട്ടേക്കാം. നമുക്ക് ചുരിദാർ എടുക്കണം. അതൊരു വയലറ്റ് പോലത്തെ അത് മതിയോ? അത് അത്യാവശ്യം നല്ല. അപ്പോൾ ഞങ്ങൾ ഇതാണ് ചൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡ്രസ്സ് ഫിക്സ്. എൻ്റെ റിംഗ് ലൈറ്റ് ഇത് വെച്ചിട്ട് നമുക്ക് കറണ്ട് ഇല്ലല്ലേ ഇത് കുത്താനായിട്ട്. ഓക്കെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്തത് നമ്മുടെ ഓർണമെൻറ്റ്സ് സാധനങ്ങളെല്ലാം. അപ്പം ഞാൻ അതിനു മുമ്പ് പെട്ടെന്ന് കുളിച്ച് റെഡിയായിട്ട് വരാം. എനിക്കും ആ കൂട്ടത്തിൽ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. ഞാനും പെട്ടെന്ന് റെഡിയായിട്ട് വരാം. അപ്പോൾ ഗായ്സ്, ഞാൻ ഇവിടെ ഡ്രസ്സ് മാറിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ചേച്ചി ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ചേച്ചിയുടെയാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാം വെച്ചിട്ട് നമ്മളിനി മേക്കപ്പൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ആദ്യം ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചേച്ചിനെ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്തത്. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എങ്ങനെയാണ് ചേച്ചി ഒരുങ്ങിയത് എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ എടുക്കാനാണ് വിചാരിച്ചത്. പക്ഷെ ഞങ്ങൾക്ക് ടൈം ഇല്ലായിരുന്നു. കാരണം ആ ഒരു സൺലൈറ്റിൻ്റെ ആ ഒരു ഇത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ വീഡിയോയ്ക്ക് അത് അത്ര ഒരു രസം കിട്ടില്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് റീൽ എടുക്കാൻ തുടങ്ങുമായിരുന്നു. എന്ന് വെച്ചാൽ റീലിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഇങ്ങനെ എടുത്തെടുത്ത് പോകുമായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞങ്ങൾ ശരിക്കും പറഞ്ഞ് ചേച്ചി അനങ്ങാൻ നിൽക്ക് അങ്ങോട്ട് ഞാൻ പറയുന്നത് വെച്ചാൽ എങ്ങനെയാണ് തിരിയേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ എല്ലാം പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതിൻ്റെ ഈ ഒരു റീലിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക് ഉണ്ടല്ലോ, അത് പ്ലേ ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് അത് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒക്കെ വരും. അതുകൊണ്ടാണ് പിന്നെ ഞങ്ങളത് ഒഴിവാക്കിയത്. അപ്പം ചേച്ചി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിഞ്ച് ആവുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് അത് മാറ്റിയെടുത്ത്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഒറിജിനൽ വീഡിയോ. ഞങ്ങൾ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെയും ചേച്ചിയുടെയൊക്കെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് റിസൾട്ട്. ഇപ്പം നിങ്ങൾ കണ്ടത് ഇൻസ്റ്റയിലിട്ട വീഡിയോ ആണ്. അപ്പം ഷോർട്സ് ആയിട്ട്, അതായത് ഇത് ഫുള്ളായിട്ട് ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ കുറച്ച് ഭാഗം മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഇനി ബാക്കി ഉണ്ട്. അപ്പം അതുപോലെ തന്നെ ഈ ഒരു സെയിം വീഡിയോ തന്നെ ഫിൽറ്റർ ഇടാതെ ഞാൻ ഷോർട്സ് ആയിട്ടും യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഇൻസ്റ്റയിലിട്ട ഫിൽറ്റർ ഇട്ട വീഡിയോ ആണോ അതോ ഫിൽറ്റർ ഇടാത്ത വീഡിയോ ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഇത് ഞാൻ ജസ്റ്റ് വോയിസ് ഓവർ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പം വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ വീഡിയോ ക്ലിപ്പൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഇട്ട ഈ ഒരു വീഡിയോയുടെ ഇൻട്രോ തന്നെ ഞാൻ ചുമ്മാ ഒരു സ്ലോ മോഷൻ ആക്കിയിട്ടിട്ട് ഈ ഒരു എന്ന് വെച്ചാൽ ബ്ലാങ്ക് ആയിട്ട് കാണിക്കാതെ വോയിസ് ഓവർ കൊടുക്കാനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ക്ലിപ്പ് ചുമ്മാ എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്ക് എല്ലാവർക്കും ബൈ.